Good morning. Today we are going to discuss four small topics from our fourth module, hazards, disasters and mitigation measures. Those are listed here: TREM card, onsite and offsite emergency plans, safety audits, and finally regulatory framework and code of practice. So first we can go through the TREM card. What are TREM cards? Transport emergency cards are cards that workers carry at all time when their work involves transporting of hazardous substances. TREM card must be kept in the cab of any vehicle transporting hazardous substance if they are unless in very small quantities. Transport emergency cards. വർക്കേഴ്സ് ഹസാർഡസ് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാർഡ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്സ്. വാഹനങ്ങളുടെ ക്യാബിനുള്ളിൽ എല്ലാ സമയവും ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. വളരെ ചെറിയ തോതിലുള്ള ഹസാർഡസ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ കൂടിയും വാഹനങ്ങളുടെ ക്യാബിനുള്ളിൽ ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. It carry information about the particular goods being transported and also provide instructions to the driver and also emergency responders in the event of an incident. ഏത് ഹസാർഡസ് സബ്സ്റ്റൻസ് ആണോ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ ഈ ഒരു ഹസാർഡസ് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഡ്രൈവേഴ്സിനും എമർജൻസി റെസ്പോണ്ടേഴ്സിനും സഹായകരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുമാണ് കാർഡിൽ അടങ്ങിയിട്ടുള്ളത്. ക്യാരീഡ് സബ്സ്റ്റൻസിന്റെ നേച്ചറിനെ പറ്റിയും അതുവഴി ഉണ്ടാകാവുന്ന ഹസാർഡ്സിനെ പറ്റിയും അതുപോലെ ഈ ഒരു പ്രത്യേക തരം ഹസാർഡസ് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കേണ്ട എമർജൻസി ആക്ഷൻസിനെ കുറിച്ചും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് കോൺടാക്ട് നെയിംസ് ആൻഡ് ടെലിഫോൺ നമ്പേഴ്സ് ഫോർ റെലവന്റ് എമർജൻസി സർവീസസ്. എമർജൻസി സർവീസസിന് സഹായകമായിട്ടുള്ള കോൺടാക്ട് നെയിംസും ടെലിഫോൺ നമ്പറും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. TREM cards must be visible at all times during the transportation of hazardous substance. Upon delivery, they can be removed from the view. ഹസാർഡസ് സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ TREM കാർഡ്സ് നമുക്ക് പുറത്തുനിന്ന് തന്നെ വിസിബിൾ ആയിരിക്കണം. എന്നാൽ ഈ സബ്സ്റ്റൻസിന്റെ ഡെലിവറിക്ക് ശേഷം നമുക്ക് TREM കാർഡ്സിനെ വ്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. കൺസൈനർ ഹാസ് ടു സപ്ലൈ ദി കാർഡ്സ് or provide information to obtain correct ones, and carrier has also a legal responsibility. The cards are appropriate to the load. കൺസൈനർ അതായത് ഈ മെറ്റീരിയല് നമുക്ക് തരുന്ന ആള് ഇവര് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ കാർഡ്സ് വാങ്ങുന്ന ആൾക്കാർക്ക് സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ കാർഡ്സ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതിന്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ സാധനങ്ങളുമായി ക്യാരി ചെയ്യുന്ന ആളുകൾ നമ്മുടെ ലോഡിന് കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ഓൺസൈറ്റ് ആൻഡ് ഓഫ്സൈറ്റ് എമർജൻസി പ്ലാൻസ്. വാട്ട് ആർ ദി ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓൺസൈറ്റ് ആൻഡ് ഓഫ്സൈറ്റ് എമർജൻസി പ്ലാൻസ്? Those are listed here. To control accident, if possible, eliminate it. To minimize the effects of the incident on person, property and environment. To save lives and injuries. To provide for quick resumption for normal patterns of life. ആക്സിഡൻസിനെ കൺട്രോൾ ചെയ്യുക, കഴിയുമെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. അതുപോലെ ആക്സിഡൻസ് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്സ് നമ്മൾ കുറയ്ക്കുക. പേഴ്സണിലും അതുപോലെ പ്രോപ്പർട്ടിയിലും എൻവിറോൺമെന്റിലുമെല്ലാം ഉള്ള ഇമ്പാക്ട്സ് നമ്മൾ കുറയ്ക്കുക. ഇഞ്ചുറീസ് കുറയ്ക്കുക, ആളുകളുടെ ലൈഫ് സേവ് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻസിഡന്റിൽ നിന്ന് റിക്കവർ ചെയ്ത് നോർമൽ ലൈഫിലോട്ട് പോവാൻ സഹായിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഓൺസൈറ്റ് ആൻഡ് ഓഫ്സൈറ്റ് എമർജൻസി പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഓൺസൈറ്റ് എമർജൻസി. If an accident takes place inside a factory, its effects are confined to factory premises.
involving only the workers inside the factory and property inside the factory, then this emergency is known as on-site emergency. ഒരു ആക്സിഡന്റ് ഒരു ഫാക്ടറിയുടെ ഉള്ളിലാണ് നടക്കുന്നതെങ്കിൽ ആ ഫാക്ടറിയിനുള്ളിലുള്ള പ്രോപ്പർട്ടീസിനെയും ആളുകളെയും മാത്രമാണ് ഇത് ബാധിക്കുന്നത്. അത്തരത്തിലുള്ള കേസസിൽ വരുന്ന എമർജൻസിയെ പറയുന്ന പേരാണ് ഓൺ-സൈറ്റ് എമർജൻസി. In case of an on-site emergency plan, it should contain site plan and topographic plan, plan showing firefighting facilities, plan showing hazardous material storage area, material safety data sheets for hazardous chemicals, facilities available in main control center, list of emergency equipment, and finally list of safety equipment. ഓൺ-സൈറ്റ് എമർജൻസി പ്ലാനിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? അവിടുത്തെ സൈറ്റിന്റെ പ്ലാൻ വേണം, അതുപോലത്തെ അവിടുത്തെ ടോപ്പോഗ്രഫി എല്ലാം കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഹസാർഡസ് കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് എവിടെയൊക്കെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ലൊക്കേഷനുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ഏരിയകളിലാണ് എവിടെയൊക്കെയാണ് എമർജൻസി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ സേഫ്റ്റി എക്യുപ്മെന്റ്സ്, ഫയർ സേഫ്റ്റി എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ലിസ്റ്റും നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സൈറ്റിലെ മെയിൻ കൺട്രോൾ സെന്റർ എവിടെയാണ്, ആ മെയിൻ കൺട്രോൾ സെന്ററിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. It should also include list of important telephone numbers and addresses, names, addresses and contact numbers of key personnel, nearest hospital, അതുപോലെ ആംബുലൻസ് സർവീസസ്, നിയറസ്റ്റ് ഫയർ സ്റ്റേഷന്, ഗവൺമെന്റ് ഓഫീഷ്യൽസ്, ട്രാൻസ്പോർട്ട് പ്രൊവൈഡേഴ്സ്, ഇവരുടെയെല്ലാം കോണ്ടാക്ട് നമ്പറും അഡ്രസ്സസും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓഫ് സൈറ്റ് എമർജൻസി. If an accident is such that it affects the inside of the factory and are uncontrollable and spread to the outside of the factory, then the emergency involved in this case is known as off-site emergency. Risk assessment is most essential before preparing an off-site emergency plan. ഓഫ്-സൈറ്റ് എമർജൻസി പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് റിസ്ക് അസസ്മെന്റ് നടത്തുക എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓഫ്-സൈറ്റ് പ്ലാൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഗവൺമെന്റ്. ഫോർ ദിസ് പർപ്പസ് എ സെൻട്രൽ കമ്മിറ്റി ഈസ് ഫോംഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓഫീസേഴ്സ് ഫ്രം പോലീസ്, ഫയർ സർവീസ്, ഫാക്ടറി ഇൻസ്പെക്ടറേറ്റ് ആൻഡ് ഓൾസോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓഫ്-സൈറ്റ് എമർജൻസി പ്ലാൻ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു സെൻട്രൽ കൺട്രോൾ കമ്മിറ്റി ഡിസ്ട്രിക്ട് കളക്ടറുടെ കീഴിൽ ഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ പോലീസ് ഓഫീസേഴ്സ് വരുന്നുണ്ട്, ഫയർ സർവീസ് ഓഫീസേഴ്സ് വരുന്നുണ്ട്, ഫാക്ടറി ഇൻസ്പെക്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും വരുന്നുണ്ട്. The various district authorities included in the plan area are listed here. Police department, Revenue Department, Fire Brigade, Medical Department, Municipality, Gram Panchayat, Railway Department, Telephone Department, Factory Department, Electricity Department, Pollution Control Department, Explosive Department, and Press and Media. Next we are going to discuss a small topic, safety audits. What are safety audits? A tool used by management to promote and ensure safe work procedures to be followed at the industry. ഇൻഡസ്ട്രികളിലെ സേഫ് വർക്ക് പ്രൊസീജിയേഴ്സ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സേഫ്റ്റി ഓഡിറ്റ്സ്. ഇറ്റ് ഐഡന്റിഫൈസ് വേരിയസ് ഹസാർഡ്സ് ആൻഡ് റിസ്ക് പ്രസന്റ് അറ്റ് ദി സൈറ്റ്. സൈറ്റിലുള്ള വേരിയസ് ഹസാർഡ്സിനെയും റിസ്കിനെയും ഇത് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇറ്റ് ഫൈൻഡ് ഔട്ട് വെദർ ദ സേഫ്റ്റി സിസ്റ്റം ഈസ് ഓൺ റൈറ്റ് ട്രാക്ക്. സേഫ്റ്റി സിസ്റ്റം റൈറ്റ് ട്രാക്കിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റി സേഫ്റ്റി ഓഡിറ്റ് നമുക്കൊരു അറിവ് നൽകുന്നുണ്ട്. Safety audits can be of two types. Those are internal safety audits and external safety audits. Internal safety audits are conducted by either safety committee members
or safety representatives or safety officers. External safety audit is conducted by external person for auditing from certified agencies. Internal safety audit കണ്ടക്ട് ചെയ്യുന്നത് സേഫ്റ്റി ഓഫീസേഴ്സോ സേഫ്റ്റി റെപ്രസെൻറ്റേറ്റീവ്സോ ഒക്കെയാണ്. എന്നാൽ എക്സ്റ്റേണൽ സേഫ്റ്റി ഓഡിറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ പേഴ്സൺസ് ആണ്. സർട്ടിഫൈഡ് ഏജൻസീസിൽ നിന്നുള്ള എക്സ്റ്റേണൽ പേഴ്സൺസ് ആണ്. ദെൻ ഹൗ ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ്? എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിലിമിനറി വിസിറ്റ് ഓഫ് ഫാക്ടറി, ഐഡന്റിഫൈ ഓഡിറ്റ് എലമെന്റ്സ്, prepare questions, discussion with management officers, executives, workers, cross verification at site, personnel, records and accidents, verification, preparation of report and observation. ഫാക്ടറിയിൽ പോയിട്ട് ഒരു പ്രിലിമിനറി വിസിറ്റ് നടത്തുക, അവിടെ നിന്ന് ഓഡിറ്റ് എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിനാനുപാതികമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാനേജ്മെൻറ്റ് ഓഫീസേഴ്സുമായിട്ടും എക്സിക്യൂട്ടീവുമായിട്ടും വർക്കേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്യുക, സൈറ്റിൽ നേരിട്ട് പോയിട്ട് ക്രോസ് വെരിഫിക്കേഷൻ നടത്തുക, അതുപോലെ പേഴ്സണൽസുമായിട്ടും ആക്സിഡൻസിൽ ഇൻവോൾവ് ചെയ്ത പേഴ്സണൽസുമായിട്ടും വെരിഫിക്കേഷൻ നടത്തുക, വെരിഫിക്കേഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. ബെനഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്: ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇംപ്രൂവ്മെന്റ്, ഇൻക്രീസ്ഡ് സേഫ്റ്റി അവയർനെസ്, greater confidence regarding compliance with regulatory requirements. ഇംപ്രൂവ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, സേഫ്റ്റി അവയർനെസ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ എത്രമാത്രം റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഇനി വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കോഡ് ഓഫ് പ്രാക്ടീസ്. We are having 7 laws developed according to ensure the safety of people, property and environment. ആളുകളുടെയും പ്രോപ്പർട്ടിയുടെയും എൻവിറോൺമെൻറ്റിൻ്റെയും സേഫ്റ്റി എൻഷുർ ചെയ്യാൻ നമുക്ക് 7 ലോസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. Those are listed here: Petroleum Act 1934, Factories Act 1948, Insecticide Act 1968, Explosives Act 1984, Environmental Protection Act 1986, Coastal Regulation Zone Act 1991, and finally Disaster Management Act 2005. Petroleum Act says about the laws relating to import, storage, refining, blending of petroleum. പെട്രോളിയത്തിൻ്റെ ഇമ്പോർട്ട്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, അതിൻ്റെ റിഫൈനിങ്, ബ്ലെൻഡിങ് തുടങ്ങിയ സമയത്ത് പാലിക്കേണ്ട ലോസിനെ കുറിച്ചാണ് പറയുന്നത്. ഫാക്ടറി ആക്ട് ഫാക്ടറിയിൽ എങ്ങനെ ആളുകളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാം, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യർക്കും എൻവിറോൺമെൻറ്റിനും ആനിമൽസിനും പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും വഴി ഉണ്ടാകുന്ന റിസ്കുകളെ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ് ഇവയുടെ സെയില്, ട്രാൻസ്പോർട്ട്, മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂഷന് തുടങ്ങിയ സമയത്ത് പാലിക്കേണ്ട ലോസ് ആണ് ഇൻസെക്ടിസൈഡ് ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലോസീവ് ആക്ടിൽ പറയുന്നത് എക്സ്പ്ലോസീവ്സിന്റെ ട്രാൻസ്പോർട്ട്, സെയില്, മാനുഫാക്ചർ, പൊസഷന് തുടങ്ങിയ സമയത്ത് പാലിക്കേണ്ട ലോസിനെ കുറിച്ചാണ്. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. Through Environmental Protection Act, it ensures the environmental quality and also reduce the pollution and prohibit the industrial facilities on environmental grounds. Environmental groundsലെ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് നിരോധിക്കുക, പ്രൊഹിബിറ്റ് ചെയ്യുക, പൊല്യൂഷൻ മാക്സിമം കുറയ്ക്കുക, എൻവിറോൺമെന്റൽ ക്വാളിറ്റി നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോസ് ആണ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആക്ട് കോസ്റ്റൽ ഏരിയാസിലുള്ള ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ എങ്ങനെ ഡിസാസ്റ്റേഴ്സിനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.